ബദറിൻ കളത്തിൽ നബിതൻ പിറകിൽ അണിചേർന്നവരാം ബദരീങ്ങൾ. ബദറിൻ കളത്തിൽ നബിതൻ പിറകിൽ അണിചേർന്നവരാം ബദരീങ്ങൾ. കരുത്തായി മാനിന്റെ തിളക്കും വീര്യം കൊണ്ട് കവചം പണിഞ്ഞൊരു ബദരീങ്ങൾ. കരുത്തായി മാനിന്റെ തിളക്കും വീര്യം കൊണ്ട് കവചം പണിതൊരു ബദരീങ്ങൾ. അവരാണേ ബദരീങ്ങൾ. അല്ലാഹുവേ ശുഹദാക്കൾ അവരാണേ ബദരീങ്ങൾ. അല്ലാഹുവേ മഹാത്മാക്കൾ അല്ലാഹുവേ മഹാത്മാക്കൾ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കബൂൽ ചെയ്യുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാനിന്റെ 17ാമത്തെ നോമ്പാണ്. ഇന്നേ ദിവസത്തിൻ്റെതായ പ്രത്യേകതയും ഇന്നേ ദിവസത്തിൻ്റെതായ ഈമാനികമായ ചൈതന്യവും ഈമാനികമായ ശക്തിയും എല്ലാവർക്കും അറിയാം. ഒരു സഹോദരൻ ചോദിച്ചതുപോലെ, അല്ല, നിങ്ങൾ സാധാരണ സമയത്ത് സാധാരണ മാസങ്ങളിൽ ആണ്ട് നേർച്ചയും ദുആ സമ്മേളനമൊക്കെ വയ്ക്കാറുണ്ടല്ലോ, എൻ്റെ റമളാൻ മാസത്തിൽ ആണ്ട് നേർച്ചയൊന്നും ഇല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി എന്ന് പറഞ്ഞാൽ, ചങ്ങാതി, ഏറ്റവും കൂടുതലുള്ള ആണ്ട് നേർച്ച റമളാനാണ്. ബദരീകളായ ആണ്ട് നേർച്ചയാണ് എല്ലാവരും നടത്തുക. എല്ലാവരും നടത്തുന്ന ഒരു പരിപാടിയാണ്. കാരണം ബദരീകളില്ലാതെ നമ്മൾ എങ്ങനെയാണ് നിലനിൽക്കുക? കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ദുആ ചെയ്യുന്നതായി നമുക്കറിയാം. യാ അല്ലാഹ്, ഈ ബദറിന്റെ രണാങ്കണം എങ്ങാനും പരാജയപ്പെട്ടു പോയാൽ ലം തുഅബദ് അബദ, നിന്നെ ആരാധിക്കുവാൻ ഈ ലോകത്ത് ആരും തന്നെ ഉണ്ടാവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തത് നെറ്റിചുളിയാതെ മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും വിശ്വസിക്കുന്ന കാര്യമാണ്. ബദരീകളായ സ്വഹാബത്ത് കാരണം അൽഹംദുലില്ലാഹ് നമുക്ക് വലിയ വിജയം ഉണ്ടായി. വനസറഹും മലായികത്തു റഹ്മാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തുകളെ കൊണ്ട് വിജയം കൊടുക്കുകയും മലായികത്തുകളെ കൊണ്ട് സഹായിക്കുകയും ചെയ്തതായ പരിശുദ്ധമായ ഈ ബദർ ദിനം, ഞാൻ ഏറ്റവും വലിയ ആണ്ട് നേർച്ച, ഏറ്റവും കൂടുതൽ ആണ്ട് കഴിക്കാറും ദുആ ചെയ്യാറൊക്കെ അവർ തവസ്സുലാക്കിക്കൊണ്ടാണ്. ബദരീകളായ സ്വഹാബത്തിന്റെ തവസ്സുലാക്കിക്കൊണ്ടാണ്. അല്ലേ, നിങ്ങൾക്ക് അറിയാലോ, എല്ലാ ഗുണങ്ങൾ നേടുവാൻ കോറ്റങ്ങളെല്ലാം തീരുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബദരീകളാൽ തുണറബ്ബന. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രസവം, പ്രമേഹം, ഷുഗർദും, അറ്റാക്ക്, ക്യാൻസർ മുഴുവനും ശിഫ തന്ന് ദീർഘായുസ്സിനും ബദരീകളാൽ തുണറബ്ബന. ചൊല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. 1 Ramadan 14 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 Ramadan
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വലഖദ് നസറകുമുല്ലാഹു ബിബദർ. അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്ത് നിന്ന് മലായികത്തുകളെ ഇറക്കി, ഈ വിണ്ണിലോട്ട് ഇറക്കി മനുഷ്യനെ സഹായിച്ചതായ ദിവസമാണ് ഗസ്വത്തുൽ ബദർ. ഈ ബദർ ദിനം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ സഹായം പ്രത്യേകമായി വിണ്ണിലോട്ട് ഇറങ്ങിയതായ സമയമാണ്. അല്ലാഹു സഹായിച്ചില്ലേ, അതുകൊണ്ടാണല്ലോ ഖുർആൻ പറഞ്ഞത് വലഖദ് നസറകുമുല്ലാഹ്. ആ സഹായം നമുക്ക് വേണം. ആ ബദരീകളായ സഹാബത്തിൻ്റെതായ സ്വഭാവങ്ങൾ നമുക്ക് വേണം. തവക്കുൽ വേണം, ഈമാൻ വേണം, യഖീൻ വേണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രസവം, പ്രമേഹം, ഷുഗർ, അറ്റാക്ക്, ക്യാൻസർ മുഴുവനും ശിഫ തന്ന ദീർഘായുസ്സിനും ബദരീകളാൽ തുണറബ്ബന ചൊല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ, അവരുടേതായ പൊരുത്തം നൽകണേ അല്ലാഹ്. പ്രവിശാലമായി കിടക്കുന്നതായ ബദറിന്റെ രണഭൂമി ഇപ്പോഴും നമുക്ക് മദീനയിൽ പോയാൽ, മക്കയിൽ നിന്ന് മദീനയിലോട്ട് പോകുന്ന വഴിയിലോട്ട് നമ്മൾ സഞ്ചരിക്കുമ്പോൾ പ്രവിശാലമായി കിടക്കുന്നതായ ആ രണഭൂമി കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങിയതായ സ്ഥലമാണ്, അല്ലാഹുവിന്റെ മലായികത്തുകൾ ഇറങ്ങിയ സ്ഥലമാണ്, അല്ലാഹുവിന്റെ പട്ടാളങ്ങൾ ഇറങ്ങിയ സ്ഥലമാണ്. അല്ലാഹുവേ, നീ കാണാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. എത്ര പരിശുദ്ധമാണ്, എത്ര പവിത്രമാണ് സഹോദരങ്ങളെ. അത്തരത്തിൽ ഏറെ പരിശുദ്ധമായ ദിവസമാണ് ഇന്നേ ദിവസം. ഇന്നേ ദിവസം ഒരുപാട് ദുആ ചെയ്യും, അവരെ തവസ്സുലാക്കി ഒരുപാട് മജ്ലിസുകൾ സംഘടിപ്പിക്കും. അല്ലാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.